ശരി, ഇപ്പോൾ സിനിമാ മേഖലയിൽ നിന്ന് വനിതാ സിനിമ നടിമാർ അല്ലെങ്കിൽ സിനിമാ മേഖലയുമായി WCC അംഗങ്ങൾ ഇവരൊഴികെ ആർക്കും തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കണമെന്നോ അല്ലെങ്കിൽ അതിലെ കാര്യങ്ങൾ പുറത്തു വരണമെന്നോ അങ്ങനെ ആവശ്യപ്പെട്ടുള്ള പ്രതികരണം നമ്മൾ കണ്ടിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. KK രമ, ഇപ്പോൾ കേസെടുക്കുന്നതും നടപടികൾ ഉണ്ടാകുന്നതും അപ്പോൾ വേഗത്തിൽ മൊഴിയെടുക്കലൊക്കെ പുരോഗമിക്കുന്നതൊക്കെ പുറത്തെ വെളിപ്പെടുത്തലുകളിലാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ഗുരുതരമായ ആരോപണങ്ങൾ, മൊഴികൾ, തെളിവുകൾ അതിന്മേൽ സർക്കാർ തൊട്ടിട്ടില്ല. അത് കോടതി പറഞ്ഞ ശേഷം ചെയ്യാം, കോടതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യാമെന്നുള്ളതാണ് സർക്കാരിൻ്റെ നിലപാട്. അതേസമയം ഇപ്പോൾ മുകേഷ് പറയുന്നത് തനിക്കെതിരെ നടന്നിരിക്കുന്നത് ബ്ലാക്ക് മെയിലാണ്. ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടാണ് തന്നെ അന്ന് തന്നെ ഭീഷണിപ്പെടുത്തിയത്, 2 കൊല്ലം മുമ്പ് ഭീഷണിപ്പെടുത്തിയ കാര്യം കൂടി അദ്ദേഹം പറയുന്നു. അത്തരം തെളിവുകൾ അദ്ദേഹം മുഖ്യമന്ത്രിക്ക് കാണിച്ചു കൊടുത്തു ഇന്നലെ രാത്രി എന്നാണ് പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ളൊരു പിന്തുണ കൂടിയാണ് മുകേഷിന് ലഭിക്കുന്നത്. അപ്പോൾ ഈ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന ഒരു വിഭാഗം കൂടി ഈ വെളിപ്പെടുത്തലുകളുമായി ഇറങ്ങിയിട്ടുണ്ട് എന്ന് പിന്നീട് തെളിഞ്ഞാൽ എന്തു ചെയ്യും രമ? അവർക്ക് വേണ്ടിയാണോ നിങ്ങൾ ശബ്ദിക്കുന്നതെന്ന ചോദ്യം കൂടി വരില്ലേ? സ്മൃതി, ഇതൊക്കെ ഈ ജനങ്ങളെ വിഡ്ഢികളാക്കാനോ അല്ലെങ്കിൽ നമ്മളെ പരിഹസിക്കുകയോ ആണ്. പൊതുസമൂഹത്തിലെ സ്ത്രീകളെയൊക്കെ ഒരു പരിഹസിക്കുന്ന വർത്തമാനങ്ങളാണ് അതൊക്കെ. ഈ ബ്ലാക്ക് മെയിലിംഗ് 2 കൊല്ലം ഉണ്ടായിട്ട് ഇന്നലെ രാത്രിയാണോ മുഖ്യമന്ത്രിയെ കാണിക്കുന്നത്? എന്തേ അന്ന് പരാതി കൊടുത്തില്ല? എന്തേ അതിനെതിരെ കേസ് പോയിട്ടില്ല? അന്ന് ഈ ആരോപണം ഉന്നയിച്ച സമയത്ത് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണ്, ഇത് ശരിയല്ല എന്ന് പറഞ്ഞൊരു കേസ് കൊടുത്തോ? ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് ഉണ്ടോ? ഇതൊക്കെ ഇത്തരം വാദങ്ങളാണ് ഇതുപോലെയുള്ള ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് നമ്മൾ ഇന്നൊന്നും കേൾക്കുന്നതല്ല. അവിടെ ഇനിയും ഇത് തന്നെ ഇത്തരം നേതാക്കന്മാരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് കേൾക്കാൻ സാധിക്കുകയുള്ളൂ. മുഖ്യമന്ത്രിയാണ് ഇതിന് മറുപടി പറയേണ്ടത്. കേരളത്തിലെ മുഖ്യമന്ത്രി ഇതുവരെ ഒരു അക്ഷരം പറഞ്ഞില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ സഭയിൽ, നിയമസഭയിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ ഒരു MLA-ക്കെതിരെ ഇതുപോലെ ഗുരുതരമായ ആരോപണങ്ങൾ ഒന്നല്ല നിരവധിയായി ഉയർന്നു വരികയാണ്. അങ്ങനെ ആരോപണം ഉയർന്നു വന്നിട്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്താണ്? അതൊന്ന് പറയണം. കേരളത്തിലെ മുഖ്യമന്ത്രി ഇതുവരെ വായ തുറന്നിട്ടില്ല. മുഖ്യമന്ത്രി ആവശ്യപ്പെടണ്ടേ രാജി? മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടോ? ആ പാർട്ടി എടുത്ത തീരുമാനമെടുത്തില്ല. കേരളത്തിലെ മുഖ്യമന്ത്രിയാണല്ലോ അത് തീരുമാനമെടുക്കേണ്ടത്. മുഖ്യമന്ത്രി പറയട്ടെ, 2 കൊല്ലം മുന്നേ ഇതുപോലെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എടുത്തത്, അന്ന് ഞങ്ങൾക്ക് പരാതി തന്നിരുന്നു, അന്ന് കേസ് കൊടുത്തിട്ടുണ്ട് എന്ന് പറയാനുള്ള ആർജവമുണ്ടോ? അപ്പോൾ ഇതൊക്കെ ഇതുപോലെ ചില പൊടിക്കൈകളൊക്കെ ഇനിയും നമ്മൾ കേട്ടുകൊണ്ടിരിക്കും സ്മൃതി, ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി. കാരണം ഈ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഇത്രയും കാലം പൂഴ്ത്തി വെച്ചുകൊണ്ട് പെട്ടിയിൽ അടയിരുന്നിട്ടാണ് സർക്കാർ ഇപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും എന്നിട്ട് സ്ത്രീ സംരക്ഷകരാണ്, സ്ത്രീകളോടൊപ്പം ഉണ്ട് എന്ന് പറഞ്ഞിരിക്കാൻ ഒരു നാണവും ഒരു ഉളുപ്പും പാർട്ടി നേതാക്കന്മാർക്ക് ഇല്ല എന്നുള്ളതാണ്. വിവിധ നേതാക്കന്മാരുടെ പ്രതികരണങ്ങൾ നമ്മൾ കണ്ടതല്ലേ. CPM-ന്റെ വനിതാ നേതാക്കന്മാർ എവിടെ പോയി? ഈ വനിതാ നേതാക്കന്മാർ ഇപ്പം ശ്രീമതി ടീച്ചറുടെ ഒരു പ്രസ്താവനയൊക്കെ ഇന്ന് കണ്ടു. എത്ര അപഹാസ്യമായ പ്രസ്താവനകളാണ് ഇവർ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് സ്ത്രീകളെ സംഘടിപ്പിക്കാൻ ഇനി ഇവർക്ക് സാധിക്കുക? എന്ത് പറഞ്ഞുകൊണ്ടാണ് സ്ത്രീകളുടെ സംഘടിപ്പിച്ചുകൊണ്ട് പ്രക്ഷോഭം നടത്തുക, സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുകയും ചെയ്യുക? എങ്ങനെയാണ് ഈ നേതാക്കന്മാർ ഒരു തീവ്രത കുറഞ്ഞ പീഡനവും പാർട്ടി കോടതിയും ഒക്കെ നമ്മൾ നേരത്തെയും കണ്ടതല്ലേ KK രമ? അതെ, തീർച്ചയായിട്ടും തീവ്രത കൂടിയ ഇത് അളക്കാനുള്ളതുണ്ട്. പാർട്ടി കോടതിയാണ്, പാർട്ടി അന്വേഷിക്കും. ഇതൊക്കെ പറഞ്ഞ ആളുകൾ തന്നെയാണ് ഇപ്പോഴും അതിനെ തലപ്പത്തിരിക്കുന്നതും ആ നേതാക്കന്മാർ തന്നെയാണ് ഇപ്പോഴും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതും. മഹിളാ അസോസിയേഷൻ്റെ സംസ്ഥാന സെക്രട്ടറിയൊന്നും വായി അടച്ചുപോയോ എന്നൊന്നും എനിക്കറിയില്ല. ഒരു പ്രതികരണവും കാണുന്നില്ലല്ലോ ഇതിൻ്റെ ഭാഗമായിട്ട്. എങ്ങനെയാണ് ഈ പാർട്ടി നന്നാവുക എന്നുള്ളതും ഈ സംഘടന നന്നാവുക എന്നുള്ളതും നമുക്ക് അറിയില്ല. ഏതായാലും അത് സമിതിയിൽ നിന്നും മുകേഷിനെ മാറ്റേണ്ടതുണ്ട്, മാറ്റും എന്നുള്ള ഒരു പാർട്ടി തീരുമാനം നമ്മൾ ഇന്നലെ വൈകുന്നേരം തൊട്ട് അറിയുന്നതാണ്, ഇന്നലെ രാവിലെ തൊട്ട് അറിയുന്നതാണ്. മാറ്റും, അത് MLA സ്ഥാനത്തിൽ നിന്ന് മാറേണ്ട, പക്ഷേ നയരൂപീകരണ സമിതിയിൽ വേണ്ട എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ നേരത്തോട് നേരമായിരിക്കുന്നു. ഇപ്പോഴും ആ തീരുമാനം അത് മുകേഷ് മാറി നിൽക്കണം എന്നുള്ളതാണ് പറഞ്ഞത്. മുകേഷ് മാറി നിൽക്കാൻ തയ്യാറായിട്ടില്ല. ഇന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞല്ലോ, നയരൂപീകരണ സമിതി എന്നൊരു സമിതിയൊക്കെ ഉണ്ട്, 11-അംഗ സമിതിയുണ്ട്. പക്ഷേ നയം സ്വാഭാവികമായും സർക്കാരാണല്ലോ ഉണ്ടാക്കുക. അപ്പോൾ എന്താണ് അദ്ദേഹത്തിൻ്റെ റോൾ, മുകേഷിൻ്റെ റോൾ ഈ സിനിമാ നയം ഉണ്ടാക്കുന്നതിൽ എന്നുകൂടി അറിയണ്ടേ? അല്ല, മുകേഷിനെ മാത്രമല്ല, അതെ, മുകേഷിനെ മാറ്റി നിർത്തുന്നില്ല. മുകേഷിനെ അതിൽ നിന്ന് എത്രയും വേഗം ഒഴിവാക്കേണ്ടതാണ്. പക്ഷേ ഇന്ന് സജി ചെറിയാൻ്റെ പ്രസ്താവന, ബഹുമാനപ്പെട്ട മന്ത്രിയുടെ പ്രസ്താവന നമ്മളെ അത്ഭുതപ്പെടുത്തുകയാണ്. നയം രൂപീകരിക്കുന്നത് പാർട്ടിയാണല്ലോ, പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു സമിതി വെച്ചത്? എന്താണ് അതിൻ്റെ ഒരു അർത്ഥം?
ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 1,06,55,000 രൂപ മുടക്കിയിട്ട് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഉണ്ടാക്കി. എന്തിനാണ് റിപ്പോർട്ട് ഉണ്ടാക്കിയത്? സർക്കാർ ഇങ്ങനെ പൂഴ്ത്തിവെക്കാനാണെങ്കിൽ എന്തിനാണ് ഈ റിപ്പോർട്ട് ഉണ്ടാക്കിയത്? അപ്പോൾ ഇത് പ്രാഥമികമായി കുറ്റക്കാർ കേരളത്തിലെ സർക്കാരാണ്. കേരളത്തിലെ സർക്കാരാണ് ഈ പവർ ഗ്രൂപ്പുകൾക്ക് എല്ലാവിധ സംരക്ഷണവും നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിൽ എല്ലാ ആളുകളെയും സംരക്ഷിച്ചു നിർത്തി ഞങ്ങൾ അവരോടൊപ്പമാണ് എന്ന് ഓരോ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഒരു MLA-ക്ക് പോലും ആരോപണം ഉയർന്നിട്ട് മാറി നിൽക്കാൻ വേണ്ടി ആവശ്യപ്പെടാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായ ഇടതുപക്ഷത്തെ എന്ന് അവകാശപ്പെടുന്ന ലേബലൊട്ടിച്ച് നടക്കുന്ന ഒരു പാർട്ടിക്ക് സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഈ പാർട്ടിയും മറ്റു പാർട്ടികളും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. ഇതൊക്കെ തന്നെയാണ് വളരെ കാലമായി ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. TP ചന്ദ്രശേഖരൻ ഉൾപ്പെടെ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഓരോ ദിവസവും ശരിയാണ് എന്ന് തെളിയിക്കുന്നതാണ് ഇവരുടെ ഓരോ പ്രവർത്തനങ്ങളും ഓരോ ചെയ്തികളും. ഈ പാർട്ടിക്കകത്ത് മാറി നിൽക്കുന്ന നിരവധി നേതാക്കന്മാരും പാർട്ടി പ്രവർത്തകരും അണികളും ഇപ്പോഴും പലയിടത്തു നിന്നും രാജിവെച്ച് പുറത്തു പോവുകയാണ്. എങ്ങനെയാണ് ഈ പാർട്ടിക്കകത്ത് നിൽക്കുക? കാരണം ഒരു നയവും പരിപാടിയും ഇല്ലാതെ പോകുന്ന ഒരു പാർട്ടി, കുറേ ഇതുപോലെയുള്ള ചൂഷകരെയും ഇതുപോലെയുള്ള ആളുകളെയും ഒക്കെ സംരക്ഷിച്ചുകൊണ്ടൊരു പാർട്ടി മുന്നോട്ട് പോകുമ്പോൾ ഇതാണ് പാർട്ടി നിലപാട്. ഞങ്ങൾ ഇവരോടൊപ്പമാണ് എന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. കൊണ്ട് ഇത് നന്നാവുമെന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല. ഏതായാലും ഈ രാജ്യത്തെ സ്ത്രീകളോട് അല്പമെങ്കിലും നീതി പുലർത്താൻ ഇവർക്ക് കഴിയുമെങ്കിൽ ആ റിപ്പോർട്ടിലെതിരെ നടപടിയെടുക്കണം. മുകേഷിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തണം. രാജി ചോദിച്ചു വാങ്ങി നാളെ തന്നെ രാജിവെപ്പിക്കുന്ന ഒരു നിമിഷം പോലും തുടരാൻ അദ്ദേഹത്തിന് അനുവദിക്കാത്ത ചൊവ്വാഴ്ച വരെ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കരുത് എന്ന കോടതി ഉത്തരവുണ്ട്. അക്കാര്യത്തിൽ ഒരു ഇളവ് കോടതിയിൽ നിന്നും മുകേഷിന് ലഭിച്ചിരിക്കുന്നു. വളരെ നന്ദി KK രമ. അറസ്റ്റാണ്. അതെ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.